ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സമാധാനം വേണോ? ഞങ്ങൾ പറയുന്നതിന് സമ്മതം മൂളണം. ഇല്ലെങ്കിൽ ഞങ്ങൾ രാജിവെക്കും. ഇതാണത്രേ എറണാകുളം മെത്രാപ്പൊലീത്തമാർ മറ്റ് മെത്രാന്മാരുടെ മുമ്പിൽ വെച്ച നിബന്ധന. പെർമനൻ്റ് സിനഡ് അംഗങ്ങളെയും മെത്രാൻ സിനഡിലെ മൊത്തം മെത്രാന്മാരെയും ബന്ദികളാക്കി നിർത്തി സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അടവ്. സമവായത്തിൻ്റെ പേരിൽ ലിറ്റർജിക്കൽ വേരിയൻ്റ് നടപ്പാക്കാനുള്ള തന്ത്രം. ഈ കുതന്ത്രം എറണാകുളത്ത് നടപ്പായാൽ ഇരിങ്ങാലക്കുടയിലേക്കും പിന്നെ വടക്കോട്ടും വ്യാപിപ്പിക്കാനുള്ള വ്യക്തമായ ആസൂത്രണം. ഏകീകൃത കുർബാനയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ തീരുമാനത്തെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അട്ടിമറിക്കാൻ ഏകം കോൺഫ്രറ്റേണിറ്റി ട്രസ്റ്റ് ഉണ്ടാക്കിയ 2 വൈദികരെ രായ്ക്കുരാമാനം പുറത്താക്കാൻ ചുമതലയുള്ള മെത്രാപ്പൊലീത്തമാർ അവർക്ക് പിന്തുണയുമായി നിൽക്കുന്നു, അവർക്ക് പ്രോത്സാഹനം നൽകുന്നു, അവരോടൊപ്പം ഊട്ടുമേശ പങ്കിടുന്നു. അങ്ങനെ മാർപ്പാപ്പയ്ക്കെതിരെ പരസ്യമായ തെറ്റ് ചെയ്ത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയ്ക്കെതിരെ ഗൗരവമേറിയ പാപം ചെയ്ത് ശീഷ്മയിലേക്ക് വീണിരിക്കുകയാണ് ഈ മെത്രാപ്പൊലീത്തമാർ. റോക്കോസ് ശീഷ്മയുടെ കാലത്തെന്ന പോലെയുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്നത്. ഇത് മറ്റ് മെത്രാന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എറണാകുളം മെത്രാപ്പൊലീത്തമാരുടെ ഇംഗിതത്തിന് സമ്മതം മൂടിയാൽ അത് മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നതാകും. മെത്രാൻ സിനഡ് തന്നെ കെണിയിലകപ്പെടും. മെത്രാന്മാർ പ്രതിക്കൂട്ടിലാകും. അത് വലിയ അപകടമാകും. ഇതെല്ലാം മനസ്സിലാക്കിയ മെത്രാന്മാർ എറണാകുളം മെത്രാപ്പൊലീത്തയുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴെങ്കിലും കൃത്യമായി പുറത്തു വന്നല്ലോ എന്ന് ആശ്വസിക്കുന്നുമുണ്ട്. അതിനാൽ ഈ എറണാകുളം മെത്രാപ്പൊലീത്തമാർക്ക് സമ്മതം മൂളില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് മെത്രാന്മാർ വന്നു കഴിഞ്ഞു. മാത്രമല്ല, അങ്ങനെ സമ്മതം മൂളിയാൽ വത്തിക്കാനിൽ കടുത്ത തീരുമാനം ഉണ്ടാകുമെന്ന് മെത്രാന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മെത്രാന്മാർ, ബഹുഭൂരിപക്ഷം മെത്രാന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞു കഴിഞ്ഞു, മാർപ്പാപ്പയോടൊപ്പമേ ഞങ്ങൾ നിൽക്കൂ, മാർപ്പാപ്പയോടൊപ്പമേ ഞങ്ങൾ നിൽക്കുമെന്ന് മെത്രാന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട വേദികളിൽ. രാജി അനിവാര്യമെങ്കിൽ എറണാകുളം മെത്രാപ്പൊലീത്തമാർ രാജിവെച്ചോട്ടെ എന്ന നിലപാടിലേക്ക് മറ്റ് മെത്രാന്മാർ സിനഡ് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആവർത്തിക്കട്ടെ, റോക്കോസ് ശീഷ്മയുടെ കാലത്തെന്നതുപോലെ ആരാണ് സത്യസഭയുടെ കൂടെ, അതായത് മാർപ്പാപ്പയുടെ കൂടെ, ആരാണ് ശീഷ്മയിലേക്ക് പോയ എറണാകുളം മെത്രാപ്പൊലീത്തമാരുടെ കൂടെ എന്നൊരു തിരഞ്ഞെടുപ്പിന് മുമ്പിൽ സീറോ മലബാർ സഭ എത്തിയിരിക്കുന്നു. നമുക്ക് മെത്രാൻ സിനഡിലെ നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടി, പെർമനന്റ് സിനഡിലെ മെത്രാന്മാർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അവർ പരിശുദ്ധാത്മ പ്രചോദനത്തിന് കീഴിലായിരിക്കാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവർക്ക് നല്ല ധൈര്യമുണ്ടാകണം. ഇത് എളുപ്പമുള്ള സംഗതിയല്ല. നമ്മൾ പറയുന്നു, ഞാൻ ഇങ്ങനെ പറയുന്നത് പോലെയും നിങ്ങൾ വിചാരിക്കുന്ന പോലെയും അത്ര എളുപ്പമുള്ള സംഗതികളല്ല. വളരെ സങ്കീർണമായ ഒരു സംഗതിയാണ്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ മെത്രാൻ സിനഡിലുള്ള എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും, അതുപോലെ പെർമനന്റ് സിനഡ് മെത്രാന്മാർക്ക് വേണ്ടിയും, അതുപോലെ അതിന് മുകളിലുള്ള വത്തിക്കാനുള്ള നമ്മുടെ അധികാരികൾക്കൊക്കെ വേണ്ടിയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്നും, ഈ ശീഷ്മയെ ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നും, നമ്മുടെ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.